അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അൽ ഫായിസീന ബിറിദല്ലാഹ്. അമ്മാ ബഅദ്. സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മഹ്മൂദ് ബിൻ റബീഇൻ്റെ മുഖത്ത് തുപ്പി. നബി വായിൽ വെള്ളം കൊപ്പിളിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ മുഖത്ത് തുപ്പി എന്നതാണ് മുസ്തഫയ്ക്ക് പിടിക്കാത്തൊരു ഹദീസ്. അതിനെ സംബന്ധിച്ചാണ് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ചില സംഗതികൾ പറഞ്ഞത്. ഇന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ രംഗത്ത് കൈക്കൊണ്ടിട്ടുള്ള വേറെ ചില നിലപാടുകൾ, അല്ലെങ്കിൽ വേറെ ചില സന്ദർഭങ്ങൾ, ഇതുപോലുള്ള വേറെ ചില സന്ദർഭങ്ങൾ ഹദീസിൽ ഉദ്ധരിച്ചു വന്നിട്ടുണ്ട്. അതിലൊന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിജറയുടെ 6-ാം കൊല്ലം ഉംറ നിർവഹിക്കാൻ വേണ്ടി സഹാബിമാരോടൊപ്പം മക്കയിലേക്ക് പുറപ്പെടുകയാണ്. ഹദീസിലെ ഒരു പ്രയോഗമനുസരിച്ച് വനഹ്നു 14 മിഅത്ത, ഞങ്ങൾ 1400, അതായത് 1400 ആളുകളാണ് ഉണ്ടായിരുന്നതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ മദീനയിൽ നിന്ന് നബിയോടൊപ്പം ഉംറ നിർവഹിക്കാൻ വേണ്ടി പുറപ്പെട്ടത് 1400 പേരാണ്. മക്കയിൽ എത്താൻ അവർക്ക് സാധിച്ചില്ല. ഹുദൈബിയ്യയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒട്ടകം മുട്ടുകുത്തുന്നു. ഈ ഹുദൈബിയ്യ എന്ന് പറയുന്നത് അവിടെയുള്ള ഒരു കിണറിൻ്റെ പേരാണ്. ആ കിണർ ഉള്ളത് കൊണ്ടാണ് ആ പ്രദേശത്തിന് ഹുദൈബിയ്യ എന്ന് പേര് വന്നിട്ടുള്ളതാണ്. അപ്പോൾ ഇവിടെ ദിവസങ്ങളോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബിമാരും കഴിച്ചു കൂട്ടാണ്. അതിനെ തുടർന്ന് മക്കയിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് ദൂതന്മാർ വരുന്നു. ഖുറൈശികളുടെ ദൂതന്മാർ വന്നിട്ട് അവർ നബിയുമായി സംസാരിക്കുന്നു, തിരിച്ചു പോകുന്നു. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദൂതൻ ഉസ്മാൻ റളിയല്ലാഹു അൻഹു മക്കയിലേക്ക് പോകുന്നു. തങ്ങൾ വന്ന ലക്ഷ്യമെന്താണ്, ഉദ്ദേശം എന്താണ് എന്ന് മക്കക്കാരെ അറിയിക്കുന്നു. അപ്പോൾ ഇതിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഈ ആശയ കൈമാറ്റം ഒരു ഭാഗത്ത് നടക്കുമ്പം തന്നെ ഈ കരാറുമായിട്ട് ഭാവിയിൽ എന്ത് ചെയ്യണമെന്നുള്ളതുമായി ബന്ധപ്പെട്ട ഒരു കരാറിലെത്തിപ്പെടുന്നുണ്ട്. ആ കരാറിൻ്റെ ഭാഗമായിട്ടാണ് ഈ മക്കയിൽ നിന്ന് വന്നിട്ടുള്ള ഖുറൈശികളുടെ ദൂതന്മാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായിട്ട് അവസാനം സംസാരിച്ചിട്ടുള്ളത്. അപ്പോൾ അവിടെ അംറു ബിൻ സുലൈം അദ്ദേഹമാണ് അവസാനമായിട്ട് വരുന്നത്. അദ്ദേഹം വന്നപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇതൊരു നല്ല ശുഭലക്ഷണമായിട്ട് കാണുകയും കാര്യങ്ങൾ എളുപ്പമായി എന്നുള്ളതിലേക്ക് നബിയുടെ പ്രതികരണം ഉണ്ടാവുകയൊക്കെ ചെയ്യുന്നത്. അപ്പം ഈ ഹുദൈബിയ്യയിലെ ഈ കിണറിലുള്ള വെള്ളം അത് ഇത്രയും ദിവസം സഹാബിമാർക്ക് ഉപയോഗിക്കാൻ മാത്രം അതിൽ വെള്ളമില്ലായിരുന്നു എന്നുള്ളതാണ് ചരിത്രം പറയുന്നത്. അപ്പം സഹാബിമാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇതിനെ സംബന്ധിച്ച് ആവലാതി പറയുന്നു, ഞങ്ങൾക്ക് വെള്ളമില്ല. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആവലാതി പറഞ്ഞിട്ട് എന്താ കാര്യം? വെള്ളമില്ലെങ്കിൽ അതിൻ്റെ അടുത്ത പ്രദേശങ്ങളിലെങ്കിലും എവിടെയെങ്കിലും വെള്ളം ഉണ്ടോ എന്ന് തേടിപ്പോവല്ല വേണ്ടത്. അങ്ങനെയാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയേണ്ടതും. നിങ്ങൾ എൻ്റെ അടുത്ത് വന്നിട്ട് വെള്ളം ചോദിച്ചിട്ട് ഞാനെന്ത് ചെയ്യാനാ? എനിക്ക് വെള്ളം ഉണ്ടാക്കാൻ കഴിയുമോ? അതുകൊണ്ട് നിങ്ങൾ ഇതിൻ്റെ പരിസര പ്രദേശങ്ങളിൽ എവിടെയെങ്കിലും വെള്ളമുണ്ടോ എന്ന് അന്വേഷിച്ച് പോയിക്കൊള്ളുക എന്ന് പറഞ്ഞിട്ട് ഏറ്റവും ചുരുങ്ങിയത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 1-2 ആളുകളെ വിടണം. എന്നിട്ട് അവരതിൻ്റെ പരിസരങ്ങളിലൊക്കെ പോയി വെള്ളം ഉണ്ടോ, എവിടെയെങ്കിലും ഉണ്ടോ നോക്കിയിട്ട് അങ്ങനെ ഒരു സ്ഥലത്ത് വെള്ളമുണ്ട് എന്ന് കണ്ട് പിന്നെ സഹാബിമാർ അവിടെ പോയി വെള്ളം കെട്ടിപ്പേറി കൊണ്ടുവരണം. ഇതാണ് സാധാരണഗതിയിൽ ചെയ്യുക. നമ്മളൊക്കെ ആണെങ്കിൽ അങ്ങനെയാണല്ലോ ചെയ്യുക. എന്നാൽ ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്ത എന്താണ്? ഇത് ഇത്തരം ആളുകൾക്ക് പിടിക്കുകയില്ല എന്നുള്ളതൊന്നും നമ്മൾക്കറിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ കിണറിൽ നിന്ന് ബക്കറ്റിൽ അല്പം വെള്ളം എടുക്കാൻ പറയുന്നു. അത് തന്നെ ഒരു റിപ്പോർട്ടനുസരിച്ച് ഈ കിണർ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് അവിടെയുള്ള കിണർ നമ്മളെ കേരളത്തിലേതുപോലെ വളരെ ആഴമുള്ള മീറ്ററുകൾ അല്ലെങ്കിൽ മീറ്റർ കണക്കിന് ആഴമുള്ള കിണറൊന്നും ആവില്ല. ഒരാൾക്ക് പെട്ടെന്ന് തന്നെ ഇറങ്ങി അതിൽ നിന്ന് വെള്ളം ഒപ്പിയെടുക്കാൻ പറ്റുന്ന പാകത്തിൽ വളരെ ആഴം കുറഞ്ഞ കിണറുകളാണ് വിശേഷിച്ചും മരുപ്പച്ചകളിലുണ്ടാവുക. അപ്പോൾ ഒരു സഹാബി ആ കിണറിൽ ഇറങ്ങിയിട്ട് ഒരു ബക്കറ്റിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് മേലോട്ട് വന്ന് അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ വെക്കുന്നു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തത് എന്താണ്? ആ ബക്കറ്റിലെ വെള്ളം എടുത്തിട്ട് സുമ്മ മൽമല, നബി അത് വായിലാക്കിയിട്ട് കൊപ്പിളിക്കുകയാണ്.
എന്നിട്ടോ ഈ വെള്ളം നബി എങ്ങോട്ടാണ് തുപ്പിയത്? ഇവിടെയാണ് പ്രശ്നം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സുമ്മ മജ്ജ, ആ വെള്ളം ഈ ബക്കറ്റിലേക്ക് തന്നെ തുപ്പുകയാണ്. എന്നിട്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്. എന്നിട്ട് ഈ ബക്കറ്റിലെടുത്ത വെള്ളം, നബി തുപ്പിയതടക്കമുള്ള ഈ വെള്ളം കിണറിലേക്ക് ഒഴിക്കുന്നു. എന്നിട്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നു. അതിനെ തുടർന്ന് എന്ത് സംഭവിച്ചു എന്നാണ് ഹദീസിൽ പറയുന്നത്. അപ്പോൾ മുസ്തഫ ഹദീസ് ചരിത്രമാണെന്ന് പറയുന്നുണ്ടല്ലോ, അത്രയും അദ്ദേഹം അംഗീകരിക്കുമെങ്കിൽ ഇത് അദ്ദേഹം നിഷേധിക്കുമോ? എന്ന് മാത്രമല്ല, പ്രവാചകന്മാർക്ക് ഇങ്ങനെ വല്ല അത്ഭുത സിദ്ധികളും അള്ളാഹുവിൻ്റെ സഹായത്തോടു കൂടി ചില പ്രത്യേക സന്ദർഭങ്ങളിൽ അള്ളാഹു തന്നെ അവരുടെ കയ്യാൽ വെളിപ്പെടുത്തുന്ന സംഗതി അത് വെളിപ്പെടുന്നുണ്ടോ ഇല്ലേ? ഇതൊക്കെ പറയാൻ ഇത്തരം ആളുകൾ ബാധ്യസ്ഥരാണ്. അപ്പോൾ ഇവിടെ പറയുന്നത്, ഈ ഹദീസിൽ പറയുന്നത് ഫറവൈന വ അർവൈന എന്നാണ്. ഞങ്ങൾ ദാഹം തീർത്തു, ഞങ്ങൾ ദാഹം മാറ്റുകയും ചെയ്തു. ആരുടെ ദാഹം മാറ്റി? മനുഷ്യർ സ്വയം വെള്ളമെടുത്ത് കുടിച്ചു. പിന്നെ അവരുടെ മൃഗങ്ങൾക്ക്, മൃഗങ്ങൾ എന്ന് പറയുമ്പോൾ അവരുടെ വാഹനങ്ങളാണ്. ഈ വാഹനങ്ങൾ ഒട്ടകവും കുതിരയൊക്കെയാണ്. ആ മൃഗങ്ങൾക്ക് അതിൻ്റെ ദാഹം തീർത്തു കൊടുക്കുകയും ചെയ്തു. പറഞ്ഞാൽ ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തുപ്പിയതനുസരിച്ച്, പ്രാർത്ഥിച്ചതനുസരിച്ച് പിന്നെ ഈ കിണറിലുണ്ടായിട്ടുള്ള വെള്ളത്തിൻ്റെ വർധനവ് അതിൽ നിന്ന് എടുത്തിട്ടാണ് പിന്നീട് ഇവർ കുടിക്കുകയും മറ്റവർക്ക് കുടിക്കാൻ കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നതെന്നുള്ള. അപ്പോൾ ഇവിടെ നബി തുപ്പിയ വെള്ളമല്ലേ എന്നൊരു ചോദ്യമുണ്ട്. ഇത് അറപ്പോടും വെറുപ്പോടും കൂടിയാണോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബിമാർ കണ്ടിരുന്നത്? ഒരിക്കലും അല്ല എന്നുള്ളതാണ്. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ഒരു സമീപനത്തെ സർവാത്മന അംഗീകരിക്കുകയും അതുമൂലം കൈവന്നിട്ടുള്ള ഈ അനുഗ്രഹം, അള്ളാഹുവിൻ്റെ അനുഗ്രഹം, അതവർ ആസ്വദിക്കുകയുമാണ് ചെയ്തിട്ടുള്ളത്. മാത്രമല്ല, ഇവിടെ ഒരു പ്രശ്നമുള്ള എന്താ, അത് ഇത്തരം ആളുകൾക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്തൊരു സംഗതിയാണ്. മനുഷ്യൻ മനുഷ്യനെ സ്നേഹിക്കുന്നത് പല കാരണങ്ങളാലാണ്. മക്കൾ വാപ്പനെയും ഉമ്മനെയും സ്നേഹിക്കുന്നത്, വാപ്പയും ഉമ്മയും മക്കളെ സ്നേഹിക്കുന്നത് രണ്ട് കാഴ്ചപ്പാടോടു കൂടിയാണ്. ഭർത്താവ് ഭാര്യയെയും ഭാര്യ ഭർത്താവിനെയും സ്നേഹിക്കുന്നത് മറ്റൊരു കാഴ്ചപ്പാടിലാണ്. അതുപോലെ തന്നെ സാധാരണ മനുഷ്യർ അവരുടെ നേതാക്കന്മാരെ അല്ലെങ്കിൽ പണ്ഡിതന്മാരെ ഒക്കെ സ്നേഹിക്കുന്നത് വേറൊരു കാഴ്ചപ്പാടിലാണ്. അപ്പോൾ ഈ സ്നേഹം എന്ന സംഗതിക്ക് യഥാർത്ഥത്തിൽ അളവുകോൽ നിശ്ചയിക്കാൻ പറ്റുമോ? അത് സാധ്യമല്ല എന്നുള്ളതാണ്. എന്തിൻ്റെ പേരിൽ സ്നേഹിച്ചാലും സ്നേഹിക്കുന്ന വ്യക്തി സ്നേഹിക്കപ്പെടുന്ന വ്യക്തിയോട് അങ്ങേയറ്റം ആദരവും അതുപോലെ തന്നെ സ്നേഹവായ്പും പ്രകടിപ്പിക്കുന്ന ആളായിരിക്കും. അത് ഒരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ, വിശദീകരിച്ച് കൊടുക്കാൻ പറ്റാത്തൊരു സംഗതിയാണ്. അപ്പോൾ അതുകൊണ്ട് സ്നേഹിക്കപ്പെടുന്ന ആളോട് സ്നേഹിക്കുന്ന ആൾ കാണിക്കുന്ന ആ ഒരു താല്പര്യം, അതിനെ നമ്മൾക്ക് വിമർശിച്ചുകൂടാന്നൊന്നുമല്ല പറയുന്നത്. പക്ഷെ അത് നമ്മൾക്ക് മനസ്സിലാവാത്തൊരു സംഗതി അതിലുണ്ട്. പൊതുവിൽ എല്ലാ മനുഷ്യരും അംഗീകരിക്കുന്ന ഒരു സംഗതിയാണത്. അത് ഏറ്റക്കുറവുകളുണ്ടാവാം. ചില ആളുകളുടെ കാര്യത്തിൽ അത് അംഗീകരിക്കുമ്പം തന്നെ വേറെ ചില ആളുകളുടെ കാര്യത്തിൽ അത് നിരാകരിച്ചു എന്നൊക്കെ വരാം. ഇവിടെ പ്രവാചകന്മാരോട് മൊത്തത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വിശേഷിച്ചും നബിയുടെ അനുയായികൾ കൈക്കൊണ്ടിട്ടുള്ള നിലപാടെന്തായിരുന്നു? പണ്ട് മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ ജനത അദ്ദേഹത്തെ ഇറങ്ങാറാക്കിയതുപോലെ പ്രയാസപ്പെടുത്തിയതുപോലെ ഒരു സമീപനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുചരന്മാർ നബിയുടെ കാര്യത്തിൽ കൈക്കൊണ്ടിട്ടുണ്ടോ? അവരിലെ മുനാഫിക്കുകൾ, കപടന്മാരായിട്ടുള്ള ആളുകൾ സ്വീകരിച്ചതിനെ പറ്റിയല്ല പറയുന്നത്. അവരിലെ യഥാർത്ഥ വിശ്വാസികൾ നബിയോട് കൈക്കൊണ്ട സമീപനം എന്തായിരുന്നു? ഇത് പരിശോധിച്ചാൽ നബിയുടെ എന്തും ഉൾക്കൊള്ളാൻ അവർ സന്നദ്ധരായിരുന്നു എന്നുള്ളതാണ്. അതിനെ നമ്മൾ വേറെ നിലയ്ക്ക് വ്യാഖ്യാനിച്ചിട്ട് ഒരു കാര്യമില്ല. അത് ആ സ്നേഹവായ്പിൽ നിന്നുണ്ടാവുന്ന ഒരു ബന്ധമാണ്. ആ ബന്ധത്തെ അന്ധവിശ്വാസമെന്നോ അല്ലെങ്കിൽ അനാചാരമെന്നോ അല്ലെങ്കിൽ മനുഷ്യത്വരഹിതമെന്നോ മാനവികതയ്ക്ക് വിരുദ്ധമെന്നോ ഒക്കെ നമ്മൾക്ക് പറയാമെന്നുള്ളതല്ലാതെ ആ പറച്ചിലൊന്നും ഒരർത്ഥവുമില്ല. അത് ആ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരത് അംഗീകരിക്കില്ല എന്നുള്ളത് അന്ന് മാത്രമല്ല ഇന്നും അങ്ങനെ തന്നെയാണ്. ലോകത്തെമ്പാടും അതിന് ഉദാഹരണങ്ങൾ നമ്മൾക്ക് ഇപ്പോഴും ചൂണ്ടിക്കാണിക്കാൻ കഴിയും. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സഹാബിമാരെ അനുവർത്തിച്ചിരുന്ന നയം എന്ന് പറഞ്ഞാൽ, നബി എന്ത് പറഞ്ഞാലും
അത് അഹമഹമികയാ, എൻ്റെ മുന്നിൽ അയാൾ പോകാൻ പാടില്ല, അയാളുടെ മുമ്പിൽ ഞാൻ എത്തണം എന്നുള്ള ഈ ഒരു വാശിയോട് കൂടിയാണ് സഹാബിമാർ അത് കൈക്കൊണ്ടിരുന്നത്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടി ജീവാർപ്പണം നൽകാൻ വരെ അവർ സന്നദ്ധരായിട്ടുള്ളത്. അവരുടെ പ്രയോഗം തന്നെ എന്തായിരുന്നു? ഫിദാക അബി വ ഉമ്മി യാ റസൂലല്ലാഹ്, അള്ളാഹുവിൻ്റെ ദൂതരെ, അങ്ങേക്ക് വേണ്ടി ഞാൻ എൻ്റെ മാതാപിതാക്കളെപ്പോലും ബലി നൽകാൻ സന്നദ്ധനാണെന്നാണ് അവർ പറഞ്ഞിരുന്നത്. ഇത് അവർ ജീവിതത്തിലൂടെ പ്രകടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങളെ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ മുഹമ്മദ് ബിൻ റബീൻ്റെ മുഖത്ത് തുപ്പിയത് അദ്ദേഹത്തിന് എന്തോ ഒരു അസുഖമുണ്ടായിരുന്നത് കൊണ്ട് അദ്ദേഹത്തിന് നൽകിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രത്യേക ചികിത്സാ രീതി എന്നുള്ള നിലയ്ക്ക് കൈക്കൊണ്ടിട്ടുള്ളതാണ്. യഥാർത്ഥത്തിൽ ഇത് കണ്ടിട്ട് വേറൊരുത്തൻ ഇങ്ങനെ തുപ്പിയിട്ടുണ്ടെങ്കിൽ അതവിടെ നടപ്പിൽ വരില്ല. അവിടെ അയാൾക്ക് ചിലപ്പോൾ തല്ല് കിട്ടും ചെയ്യും. അത് മറ്റൊരു സംഗതിയാണ്. പ്രവാചകനുണ്ടാവുന്ന ഇത്തരം അനുഭവങ്ങൾ പ്രവാചകൻ്റെ എത്ര വലിയ അനുയായിക്കുണ്ടാവണമെന്നില്ല. അത് അയാൾ ചെയ്യാന്ന് പറഞ്ഞാൽ അയാൾ ചെയ്യണ വിഡ്ഢിത്തമായിരിക്കും. അതേസമയം പ്രവാചകൻ ചെയ്യുന്നത് അതതിൻ്റെ ശരിയായ രീതിയിലുമായിരിക്കും. അതാണ് ഇവിടെ മുഹമ്മദ് ബിൻ റബീൻ്റെ കാര്യത്തിലും ഹുദൈബിയ്യയിലെ ഈ കിണറിൽ വെള്ളം വർദ്ധിക്കാൻ പാകത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുവർത്തിച്ചിട്ടുള്ള ഈ സമീപനത്തിലുമൊക്കെ ഉള്ളത്. ഇതുപോലെ എത്രയോ അനുഭവങ്ങൾ ഇനിയും ഹദീസിൽ നിന്ന് ഉദ്ധരിക്കാൻ കഴിയും. ഇതൊക്കെ തള്ളിപ്പറയുന്നവർക്ക് തള്ളിപ്പറയാം. പക്ഷേ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവർ തള്ളിപ്പറയുന്നുവോ ഇല്ല എന്നുള്ളത് മുസ്ലിങ്ങളെ സംബന്ധിച്ച് പ്രശ്നമല്ല. അവരത് പൂർണ്ണമായിട്ട് അംഗീകരിക്കുന്നു. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകന്മാർ മൊത്തത്തിൽ തന്നെ വിശേഷിച്ചും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ പ്രത്യേക കാവലും പ്രത്യേക സഹായവും ഒക്കെ കിട്ടുന്ന ആളെന്നുള്ളവർക്ക് നബിയുടെ കൈക്ക് അള്ളാഹു വെളിപ്പെടുത്തുന്ന ചില സംഭവങ്ങളാണ്, വസ്തുതകളാണ് അത് എന്ന് വിശ്വസിക്കുന്നവരാണ് മുസ്ലിങ്ങൾ. അതുകൊണ്ട് മുസ്ലിങ്ങൾക്ക് അതിൽ യാതൊരു അരോചകത്വവും തോന്നിയിട്ടില്ല. അവരതിനെ തള്ളിപ്പറയില്ല. അതവർ പൂർണ്ണ മനസ്സോടെ അംഗീകരിക്കാനും ചെയ്യുക എന്നുള്ളതാണ്. ആളുകൾക്ക് വേണമെങ്കിൽ അതിന് അന്ധവിശ്വാസം, അനാചാരം എന്നൊക്കെ പരിഹസിക്കുകയോ ആക്ഷേപിക്കുകയോ ചെയ്യാം. അവരുടെ നിലപാടായി എന്ന് മാത്രമേ അതിനെ സംബന്ധിച്ച് നമുക്ക് പറയാൻ പറ്റുള്ളൂ.